നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. എത്ര വലിയ പ്രശ്നമാണെങ്കിലും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം വഴി നിരവധിയായ അനുഗ്രഹങ്ങൾ ഇന്ന് കേരളക്കരയിൽ മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് തമ്പുരാൻ ചൊരിയുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ ആവശ്യം നീ ഒന്ന് നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഈ വേദന നീ ഒന്ന് നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ സങ്കടങ്ങൾക്ക് നീ ഉത്തരം തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളെ ഓർക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ഓർക്കാം. നമ്മുടെ സങ്കടങ്ങളെ ഓർക്കാം. എല്ലാം പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെട്ട്, നമ്മുടെ സങ്കടങ്ങളിൽ ഇടപെട്ട് നമുക്ക് വേണ്ട ഉത്തരങ്ങൾ തരും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ ആവശ്യങ്ങളും ദൈവസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഈ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട്, തമ്പുരാനിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യങ്ങൾ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടുകൂടെ, ഏറ്റവും ഭക്തിയോടുകൂടെ നമുക്കെല്ലാവർക്കും ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആത്മീയവും ശാരീരികമായ നന്മകളാലും അത്ഭുതഫലസിദ്ധികളാലും ജീവിതകാലത്ത് തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സുഹൃത സമ്പന്നമായ ജീവിതത്താൽ അങ്ങേ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥതയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധമാവുകയും വേദപുസ്തകത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ സംപ്രീതനായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും പാരത്രിക ജീവിതത്തിലുള്ള സജീവമായ ശരണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഗതങ്ങളിലും അനുദിനം വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങിൽ വിളങ്ങിയിരുന്ന ദാരിദ്ര്യവും ജീവിതകാലത്തെയും ഞങ്ങളിൽ വളരുവാനിടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവികാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്നവരുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും മർത്യരുടെ ആശ്വാസമായി അധ്വാനിക്കുവാനും ദിനരാത്രങ്ങൾ ശ്രമിച്ച വിശുദ്ധ അന്തോണീസേ, വിശ്വാസത്തിന് സമാധാനത്തിനെതിരായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകടങ്ങൾ സഹിക്കുന്ന യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥ ശിശുക്കളുടെ ആശാകേന്ദ്രവുമായ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും ഞങ്ങളെ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുവാമേൻ. പ്രാർത്ഥനകളും നന്ദിയുടേതായിട്ടുള്ള അർത്ഥനകളും തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട നിമിഷമാണിത്. നമുക്കെല്ലാവർക്കും ഈശോയുടെ സന്നിധിയിൽ ഇരിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. നിരവധിയായ ആവശ്യങ്ങളുണ്ട് ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ ഓർക്കുന്നതോടൊപ്പം നിരവധി പേര് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒത്തിരിയേറെ നിയോഗങ്ങളും ലെറ്ററുകളുമൊക്കെ അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് അച്ഛനൊന്ന് വായിക്കുക. ഒത്തിരി മക്കൾ ഒരു മാസത്തിലേക്ക് ഞാനിങ്ങനെ നോക്കി വായിക്കുമ്പോൾ ഒത്തിരിയേറെ മക്കൾ ഇങ്ങനെ ആവശ്യങ്ങളുമായിട്ട് വരാറുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കണം. പലരും ഓൺലൈനിലൊക്കെ പുണ്യവാൻ്റെ നൊവേനയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഒത്തിരി മക്കൾ അച്ഛൻ പ്രാർത്ഥിക്കണം, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, കടബാധ്യത മാറുവാൻ വേണ്ടി, രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. ആ നിയോഗങ്ങളൊക്കെ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം വ്യക്തിപരമായിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥന ആവശ്യങ്ങൾ ലെറ്റർ വഴിയും അപേക്ഷകൾ വഴിയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ നിയോഗങ്ങൾ ഓർക്കുന്നതോടൊപ്പം നിങ്ങളുടെ നിയോഗങ്ങളും പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളും പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പറയുന്ന നിയോഗങ്ങളൊക്കെ, വായിക്കുന്ന നിയോഗങ്ങളൊക്കെ പലതും നമ്മുടേതുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ ആ നിയോഗങ്ങളോടൊപ്പം ചേർത്ത് വെച്ച് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അച്ഛൻ ഈ വായിച്ച് കേൾക്കുമ്പോൾ ആ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയുക. അതോടൊപ്പം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോഴിത് ഒത്തിരിയേറെ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറയും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒത്തിരിയേറെ അഭിഷേകവും അനുഗ്രഹവും. അതുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളുടെ വേദനകൾക്ക് ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ 1000 നന്ദി പറയുന്നു. ഇത് നമ്മുടെ ഇടവകയിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയുടെ നന്ദിയോടുകൂടെയുള്ള അർത്ഥനയാണ്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ എല്ലാ തടസ്സങ്ങളും മാറി ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തന്നതിന് 1000 നന്ദിയും കൃതജ്ഞതയും അർപ്പിച്ചുകൊള്ളുന്നു. തുടർന്നും അവിടത്തോട് പ്രാർത്ഥന സഹായം യാചിക്കുന്നു. നമ്മുടെ ഇടവകയിൽ ഒരു വിശ്വാസിയാണ്, വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായിട്ട് എൻ്റെ കയ്യിൽ എത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഈ വ്യക്തിയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിരവധി അനുഗ്രഹങ്ങൾ നമ്മുടെ ഇടവക സമൂഹത്തിലേക്ക് ചൊരിയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ പറയുക. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരി പറഞ്ഞത്, അച്ഛാ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം കൊണ്ട് മാത്രമാണ് ഞാനിന്ന് വിദേശത്തായിരിക്കുക. വിദേശത്തു നിന്നാണ് ആ സഹോദരി വിളിക്കുക. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ സഹായ ശക്തി കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വിദേശത്തായിരിക്കുക. ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അച്ഛാ. ഇപ്പോഴും അച്ഛനോട് പറയുന്നത് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ്, തടസ്സം മാറാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പ്രാർത്ഥിക്കണം. നമുക്ക് പുണ്യവാൻ്റെ സന്നിധിയിൽ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. നിരവധി ആവശ്യങ്ങളുണ്ട്. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കടബാധ്യതയിൽ വലയുന്ന എൻ്റെ കുടുംബത്തിന് മോചനം നൽകുവാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. അതോടൊപ്പം എൻ്റെ മകൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു മകനാണ്. അവൻ്റെ പഠനവും അവൻ്റെ ജീവിതവും നല്ല രീതിയിലുള്ളതാകുവാനും വിജയ കരസ്ഥമാക്കുവാനും നല്ല മകനായിട്ട് ജീവിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ കൂട്ടുകാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്, അവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് എൻ്റെ കൂട്ടുകാരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാനൊരു ജോലിക്ക് വേണ്ടി ഒത്തിരിയേറെ അപേക്ഷിക്കുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേന ഞാൻ മിക്കവാറും എല്ലാ ചൊവ്വാഴ്ചകളിലും ഓൺലൈനിൽ കൂടാറുണ്ട്. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഒരു ജോലി ലഭിക്കുവാനും വീടിൻ്റെ കടബാധ്യത മാറുവാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിച്ചാൽ പുണ്യവാൻ ഒരിക്കലും ഞങ്ങളെ കൈവിടില്ലെന്നറിയാം. പുണ്യവാൻ ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഉറപ്പുണ്ട്. അച്ഛനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ വ്യക്തിക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ സമർപ്പിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
എൻ്റെ മകൻ ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെയാണ് കടന്നു പോവുക. ക്ലാസ്സിൽ പോകുവാനും പഠിക്കുവാനുമൊക്കെ മടിയാണ്. ഒരു ഉന്മേഷവും അവൻ കാണിക്കുന്നില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ്. അച്ഛൻ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതോടൊപ്പം എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിക്കുന്നു. കടബാധ്യതകൾ മാറി എൻ്റെ കുടുംബം സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകമായിട്ട് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു സഹോദരി അയച്ചിരിക്കുന്ന ലെറ്ററാണ്. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് രജനി. എൻ്റെ കടം തീർക്കുവാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. കുടുംബം ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോവുക. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ കടബാധ്യത മാറ്റി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് രജനി എന്ന സഹോദരിയെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പുണ്യവാനെ, ഞങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണമേ. സ്നേഹം നിറഞ്ഞ അച്ഛാ, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുക. എൻ്റെ മകൾക്ക് ശരീരത്തിൽ ഈ ചൊറിഞ്ഞ് പൊട്ടുന്ന അസുഖമാണ്. അതുമൂലം ഒത്തിരിയേറെ ബുദ്ധിമുട്ട് എൻ്റെ മകൾ അനുഭവിക്കുന്നുണ്ട്. ചൊറിഞ്ഞ് പൊട്ടി വരുമ്പോൾ അതിൻ്റെ ചലം മൂലം ഭയങ്കര അസ്വസ്ഥതയാണ് എൻ്റെ മകൾക്ക്. എൻ്റെ മകൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ പ്രത്യേക മാധ്യസ്ഥ സഹായം യാചിക്കുന്നു. പുണ്യവാൻ എൻ്റെ മകളെ തൊട്ട് വിശുദ്ധീകരിച്ച് അഭിഷേകം നൽകി എൻ്റെ മകളെ അസുഖത്തിൽ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ മകൾക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ മകളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തരണമേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപങ്ങൾക്ക് മോചനം നൽകുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കൾക്ക്, 2 മക്കൾക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടഭാരം തീരുവാൻ വേണ്ടിയും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരൻ്റെ മദ്യപാനശീലം മാറിത്തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം അന്തരീക്ഷം ഉണ്ടാകുന്നതിനും പ്രാർത്ഥനാ ചൈതന്യം ഉണ്ടാകുന്നതിനും ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ അച്ഛാ, ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ പങ്കെടുക്കുന്നവരാണ്. അതോടൊപ്പം വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ലെറ്റർ എഴുതുക. അച്ഛനും അച്ഛൻ്റെ ഇടവക സമൂഹവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ കുടുംബം ഒത്തിരിയേറെ കടബാധ്യതയിലൂടെ കടന്നു പോവുകയാണ്. 50 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. ഒരു വഴിയുമില്ല. ഒത്തിരിയേറെ മാനസിക സമ്മർദ്ദമാണ് വീട്ടിൽ. ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും കടന്നു പോയിക്കൊണ്ടിരിക്കുക. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം എൻ്റെ ജോലി സ്ഥലത്തും പലവിധ പ്രശ്നങ്ങളുണ്ട്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ ഇതെല്ലാം മാറ്റിത്തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ സന്നിധിയിൽ നിന്നും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വസ്തു വിൽക്കാനും കൂടിയുണ്ട്. ആ വസ്തു വിറ്റ് കിട്ടിയാൽ ഞങ്ങളുടെ കടബാധ്യത മാറും. അത് വിൽക്കാനും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ മാധ്യസ്ഥം വഹിച്ച് ഞങ്ങൾക്കെല്ലാം നേടിത്തരുമെന്ന് ഉറപ്പുണ്ട്. അച്ഛനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ ശക്തിയാൽ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ കാൽമുട്ട് ഒത്തിരിയേറെ കാൽമുട്ടിൽ ഭയങ്കര വേദനയാണ്. കാലിൽ ഒരു മുഴയുണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് എൻ്റെ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുക. വീട്ടിൽ ചികിത്സിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമുണ്ട്. അതുകൊണ്ട് എൻ്റെ അസ്വസ്ഥതകൾ അകറ്റി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ആ വ്യക്തിയെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ അച്ഛ, എനിക്കൊരു മകനും ഒരു മകളും ഉണ്ട്. മകൻ +2-നും മകൾ 10ാം ക്ലാസ്സിലും പഠിക്കുന്നു. അവൻ പഠിക്കാൻ വളരെ മോശമാണ്. അവർ നല്ല രീതിയിൽ പഠിക്കുന്നതിനും മകൻ 10ാം ക്ലാസ് വരെ അഴ്ത്താരപാലനായിരുന്നു. ഇപ്പോൾ അവന് പള്ളിയിൽ പോകുവാനോ പ്രാർത്ഥിക്കുവാനോ ഇഷ്ടമില്ല. അവൻ ദൈവമില്ല എന്നാണ് പറയുന്നത്. അവൻ്റെ വിശ്വാസം തിരികെ ലഭിക്കുന്നതിനും പ്രത്യേകമായിട്ട് എൻ്റെ മക്കൾ 2 പേരെയും ദൈവവിശ്വാസത്തിൽ വളരുവാനും നല്ല മക്കളായിട്ട് ജീവിക്കുവാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അച്ഛൻ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. അതോടൊപ്പം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിക്കുന്നു. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ കുടുംബം ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് കടന്നു പോവുക. കടബാധ്യത മാറുവാനും സ്വസ്ഥതയും സമാധാനവും കുടുംബത്തിൽ നിറയുവാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വ്യക്തിയെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവേ, ഇത്രയും നാൾ കാത്ത ദൈവമേ, ഞങ്ങളുടെ ഇനിയുള്ള കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കാനായിട്ടും ഞങ്ങളെ ആശീർവദിക്കാനായിട്ടും കടന്നു വരണമേ. എൻ്റെയും ഭർത്താവിൻ്റെയും ശരീരവേദനകൾ മാറുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തേയ്മാനവും ശ്വാസം മുട്ടലും ഉണ്ട് ഞങ്ങൾക്ക്. അതോടൊപ്പം ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങളും ഉണ്ട്. അതെല്ലാം മാറുവാനും സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ മകൾ ദൈവകൃപയിൽ വളരുവാനും വേണ്ടിയും രോഗസൗഖ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുക. എൻ്റെ മകൻ പഠിച്ച് നല്ലൊരു ജോലി ലഭിക്കുവാനും നല്ലൊരു മകനായിട്ട് ജീവിക്കുവാനും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനായിട്ട് വളരുവാനും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അതോടൊപ്പം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിക്കുന്നു. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ്. ഓൺലൈനിൽ അച്ഛൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയെ ഞങ്ങളുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട്. അതോടൊപ്പം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും അച്ഛൻ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിനോടൊപ്പം ഞങ്ങളുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറുമുണ്ട്. എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുക. എനിക്കൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. അതോടൊപ്പം തന്നെ എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാനും ഭയമുണ്ട്. എനിക്കത് എടുക്കുമ്പോൾ അതെല്ലാം മാറി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുവാനും ഒരു ജോലി ലഭിക്കുവാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവാനുഗ്രഹങ്ങൾ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ സഹോദരനെ അനുഗ്രഹിക്കണമേ. എൻ്റെ സഹോദരൻ്റെ പേര് ഷിബു എന്നാണ്. തടസ്സം മാറുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അവന് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും കടഭാരം തീരുവാനും വേണ്ടിയും ലോൺ സാങ്ഷനാകുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ മകൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ കുടുംബം ഒത്തിരിയേറെ കടബാധ്യതയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറുമെന്ന് ഉറപ്പുണ്ട്. ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കടബാധ്യത അകറ്റി കുടുംബത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ 1000 നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് 1000 നന്ദി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ പങ്കെടുത്ത് എല്ലാ ചൊവ്വാഴ്ചയും നൊവേനയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് ഒരു ജോലി നൽകിയതിന് വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് 1000 നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞ അച്ഛ, ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ കുർബാനയിലും നൊവേനയിലും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ മകനും പങ്കെടുക്കുന്നുണ്ട്. ഇനി അവനൊരു വിവാഹം കൂടി നടക്കാനുണ്ട്.
അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ കിട്ടിയ നന്മകൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ആ മകനെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് 1000 നന്ദി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ നിരവധിയായ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന് നന്ദി പറയുന്നു. എൻ്റെ മകൻ ആൻഡോ, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ്റെ അസ്വസ്ഥതകൾ അകറ്റുവാനും എൻ്റെ മകൻ നന്നായിട്ട് പഠിക്കുവാനും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനായിട്ട് വളരുവാനും അവനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് എൻ്റെ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ അച്ഛാ. ആ മകനെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുക. എൻ്റെ മകൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് മകളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന് 1000 നന്ദി പറയുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ കിട്ടിയ നന്മകൾക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് മഞ്ജു. ഞാൻ ഓൺലൈനിൽ അച്ഛൻ്റെ കുർബാനയും നൊവേനയിലും പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ജപമാലയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞ അച്ഛ, 1000 നന്ദി പറയുന്നു ദൈവത്തോട്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ എൻ്റെ കുടുംബത്തിന് ഒത്തിരിയേറെ കടബാധ്യതയുണ്ടായിരുന്നു. അതെല്ലാം മാറി എൻ്റെ വസ്തു വിൽക്കാനും എൻ്റെ കുടുംബത്തിൻ്റെ അസ്വസ്ഥത മാറിക്കിട്ടുവാനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതെല്ലാം മാറി വസ്തു വിറ്റു കടബാധ്യത മാറുവാനും സാധിച്ചു. പ്രത്യേകമായിട്ട് പുണ്യവാനോട് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് മഞ്ജുവിനെയും ആ കുടുംബത്തെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇനിയും നിരവധിയായ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിലേക്ക് ചൊരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞങ്ങളൊരു വീട് പണിയുകയായിരുന്നു. ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചതിനും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളുടെ അവസ്ഥയിൽ സഹായിക്കാൻ ഒത്തിരിയേറെ പേരെ ഞങ്ങൾക്ക് നൽകിയതിനും 1000 നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ മകന് വേണ്ടിയും പ്രാർത്ഥിക്കണം. സെറിബ്രൽ പാൾസി എന്ന അസുഖം എൻ്റെ മകനുണ്ട്. മകന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ അച്ഛ. സ്നേഹം നിറഞ്ഞവരെ, ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം മകനെയും തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുക. അവന് 20 വയസ്സുണ്ട്. BSc ബോട്ടണിക്ക് 2ാം വർഷം പഠിക്കുന്നു. മൊബൈൽ അഡിക്ഷനാണ്. +2 വരെ നന്നായിട്ട് പഠിച്ചിരുന്നു. ഇപ്പോൾ സ്ട്രെസ്സിന് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിന് കാണിക്കുന്നുണ്ട്, കൗൺസിലിംഗ് കൊടുക്കുന്നു. അവൻ പഠിക്കുന്നതിന് വേണ്ടിയും അവൻ്റെ അസ്വസ്ഥതകൾ മാറുവാൻ വേണ്ടിയും മൊബൈൽ അഡിക്ഷൻ മാറുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് ഞാൻ. അച്ഛനും ഇടവക സമൂഹവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിരവധി മക്കളുടെ ഒരു പ്രശ്നമാണ് മൊബൈൽ അഡിക്ഷൻ. അതോടൊപ്പം അവർക്ക് സ്ട്രെസ്സും ഈ പലവിധത്തിലുള്ള ഡിപ്രഷൻ്റെ അവസ്ഥകളിലേക്കൊക്കെ നമ്മുടെ മക്കൾ പോകുന്നുണ്ട്. ആ മക്കളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് സ്റ്റെല്ല പത്രോസ്. എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ: എൻ്റെ മരുമകൻ്റെ കാലിലെ വേരിക്കോസ് വെയിൻ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾ 27 വർഷമായി മാനസിക രോഗത്തിന് ചികിത്സ തേടുകയാണ്. അവളുടെ മാനസിക രോഗം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകന് ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ട്. അസ്വസ്ഥതകൾ മാറിക്കിട്ടുവാനും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു മകനായിട്ട് ജീവിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ലിസി. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം ചോദിക്കുന്നു. കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരു സർജറി ഉണ്ട്. ആ സർജറിയിലൂടെ അസുഖം മാറുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. അതോടൊപ്പം എൻ്റെ 2 മക്കൾക്കും വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണം. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിരവധിയായ ആവശ്യങ്ങളും നിയോഗങ്ങളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കാം. എനിക്ക് 30 വയസ്സായി, വിവാഹമൊന്നും നടന്നിട്ടില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 63 വയസ്സുള്ളൊരു വീട്ടമ്മയാണ് ഞാൻ. എൻ്റെ ഭർത്താവിന് 66 വയസ്സായി.
ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കാറില്ല. ഓൺലൈൻ വഴി അച്ഛൻ്റെ കുർബാനയിലും നൊവേനയിലും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇത് എഴുതുന്നത് കാലിലെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാലിൻ്റെ ചട്ടവും മുട്ടും ഒക്കെ കാലിൻ്റെ ഭാഗത്ത് നല്ല വേദനയുണ്ട്. അതുകൊണ്ടാണ് പള്ളിയിൽ പോകാനായിട്ട് സാധിക്കാത്തത്. അസ്വസ്ഥതകൾ മാറ്റി സൗഖ്യം നൽകി എന്നെയും എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നവരുണ്ട്. കുടുംബത്തിൻ്റെ അസ്വസ്ഥത മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നവരുണ്ട്. മക്കൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു വീട് പണിയാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈശോയുടെ സന്നിധിയിലെ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ അനുഗ്രഹങ്ങൾ ഈ നിയോഗങ്ങളിലേക്ക് കടന്നു വരുവാനും നിരവധി ആവശ്യങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ കൃപാകടാക്ഷം നിറയുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ജെയിംസ് ടോണി, ഫിലിസിയ കൊറിയ, റാണി അയ്യരപ്പള്ളി, ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന മേരി ദേവസ്യ താഴ്ചയിൽ പ്രത്യേകമായിട്ട് ഈ വ്യക്തികളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടൂത്തി നിൽക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ നിരവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗീതം നമ്മൾ ആലപിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിരവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞതിന് നന്ദി പറയുന്ന മനസ്സോടുകൂടെ വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗാനം ഏറ്റവും ഭക്തിയോടെ ഈ നിമിഷം നമുക്ക് ആലപിക്കാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ, സിദ്ധനാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സത്യസഭനബസിൽ മൽപ്പനായി വിരാജിക്കും അത്ഭുത പ്രവർത്തകൻ അന്തോണീസ് പുണ്യദാതാ, ഉണ്ണിയാമേശുവേ നിൻ കൈകളിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച ധന്യ ജീവിത വിശുദ്ധിക്കാൻ. കാണാതാകുന്നതെന്തും കാണിപ്പാൻ കേൾപ്പേഴും നീ, മാലോകർ മാനസത്തിൽ ആശ വളർത്തും താതാ. പരീക്ഷ ജയത്തിനായി നിൻ തുണയാചിച്ചവർ ആരും നിരാശരായി പോയി കേട്ടിട്ടില്ല പിതാവേ. വിവാഹദശനായി പ്രാർത്ഥിക്കും യുവാക്കൾക്ക് ദാമ്പത്യരാമം ചേർന്ന് ജീവിതം നയിച്ചിടാൻ. സന്താനലബ്ധിക്കായി നിൻ മാധ്യസ്ഥം തേടുവോർ തൻ യാചന കേട്ടവരിൽ സംതൃപ്തി ചേർപ്പവനേ. കുടുംബകലഹങ്ങൾ അന്തഛിദ്രങ്ങളെല്ലാം നീക്കി ശാശ്വത ശാന്തി ഗേഹത്തിനേകിടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെയും മാതാവ് കന്യകയുമായ
മറിയത്തിന്റെയും നീതിമാനായ മാർയോസേപ്പിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃതങ്ങളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ അന്തോണീസിനെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ഈ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോകജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഈ ഇന്നത്തെ ഈ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ സഹായവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.